करोतु कल्याणम् आरोग्यं धनसम्पदः. നമസ്തേ, ഞാൻ ഡോക്ടർ പൂർണ്ണശ്രീ മോഹൻ, മഹല്ലിസി ആയുർവേദ ക്ലിനിക്കിലെ കൊരമ്പാലയിലെ ചീഫ് ഫിസിഷ്യനാണ്. കർക്കിടക ചികിത്സത്തിൻ്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. കർക്കിടക ചികിത്സ ആയുർവേദത്തിൽ എന്താണ് ഇത്രയധികം പ്രാധാന്യം? ഈ കർക്കിടക ചികിത്സ ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായി ചെയ്യേണ്ടതുണ്ടോ? ഗ്രീഷ്മ ഋതുവിൽ നിന്ന്, അതായത് ചൂട് കാലാവസ്ഥയിൽ നിന്ന് മഴക്കാലം തുടങ്ങുകയാണ്. അപ്പം മഴക്കാലത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തിയും ദഹനശക്തിയും കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ ആയുർവേദ ഔഷധ കൂട്ടുകൾ സേവിക്കുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, പഞ്ചകർമ്മം മുതലായുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഡീടോക്സിഫിക്കേഷനും റെജുവിനേഷനുമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഔഷധക്കഞ്ഞിയും ഇതിനോടൊപ്പം സേവിക്കുന്നത് നല്ലതായിരിക്കും. രാമായണ മാസാരംഭം കൂടിയായതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള ചിട്ടാവട്ടങ്ങളും ജീവിതചര്യകളുമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ലഘുവായ ഭക്ഷണം, ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര രീതികൾ, മാംസഭക്ഷണമൊക്കെ വളരെ കുറച്ച്, ദഹിക്കാൻ എളുപ്പമുള്ള ഔഷധക്കൂട്ടുകൾ ചേർന്ന മരുന്നുകളും ആഹാരവും ഉപയോഗിക്കണം. രോഗപ്രതിരോധ ശക്തി ഇമ്പ്രൂവ് ചെയ്യാനും ഡീടോക്സിഫൈ ചെയ്യാനും റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റുകളുമാണ് കർക്കിടകത്തിൽ നമ്മൾ ചെയ്യുന്നത്. വാത, പിത്ത, കഫ ദോഷങ്ങൾ കോപിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ ഇതിനുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കർക്കിടക ചികിത്സ ചെയ്യുന്നത് ഒരു വർഷത്തേക്കുള്ള പുനരുജ്ജീവനം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ഉണർവ് കിട്ടാനും ഉന്മേഷം ലഭിക്കാനും വളരെ അത്യന്താപേക്ഷിതമാണ്. आरोग्यं धनसम्पदः.